നമസ്കാരം, സ്കിൽ റൈനോ PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡ്രൈവറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് സെഷനിലെ സെക്കൻഡ് പാർട്ടാണ് ഇന്നെടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടു കാണും. ഇന്ന് നമ്മൾ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. കാരണം നിങ്ങൾ ഇതിനകത്ത് തന്നെ ഞാൻ ഉറപ്പ് തരുന്നു, ഇതിനകത്ത് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ നൽകിയിരിക്കുന്ന ചിഹ്നം എന്തിനെ പ്രതിനിധീകരിക്കുന്നു? താഴെ നൽകിയിരിക്കുന്ന ചിഹ്നം എന്തിനെ പ്രതിനിധീകരിക്കുന്നു? ഓപ്ഷനൊക്കെ നല്ലവണ്ണം വായിക്കുക. കാവലുള്ള ലെവൽ ക്രോസ്, റെയിൽവേ സ്റ്റേഷന് സമീപം, റെയിൽവേ മേൽപ്പാലം, കാവലില്ലാത്ത ലെവൽ ക്രോസ്. നമുക്ക് ഏകദേശം ഡ്രൈവറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് മോട്ടോർ വെഹിക്കിൾ ആക്ടിനകത്ത് റെഗുലേഷൻസ് ഉണ്ട്. ഏകദേശം 40ഓളം റെഗുലേഷൻസ് ഉണ്ട്. ഇതിനകത്ത് 19ാമത്തെ റെഗുലേഷനാണ് ലെവൽ ക്രോസുകളെ പറ്റി പറയുന്നത്. 19ാമത്തെ റെഗുലേഷൻ. അതിനകത്ത് ആളില്ല ലെവൽ ക്രോസും ആളുള്ള ലെവൽ ക്രോസും ഒക്കെ ഉണ്ട്. അതിൻ്റെ വേഗപരിധിയൊക്കെ കാണിക്കും. അവിടുത്തെ സിമ്പൽ എന്ന് പറയുന്നത് ഇതാണ്, ആളില്ല ലെവൽ ക്രോസ്. അപ്പോൾ കാവലില്ലാത്ത ലെവൽ ക്രോസ് ആണ് ഇതിൻ്റെ അർത്ഥം. അതിൽ ഒരു വര കിടക്കുന്നത് കണ്ടു കാണും നിങ്ങൾക്ക്. ഒരു വര, അതായത് 100 മീറ്ററിനപ്പുറമാണ് ആളില്ല ലെവൽ ക്രോസ് എന്ന് അറിയിക്കുന്നത്. എന്നാൽ അതിൻ്റെ സ്ഥാനത്ത് 2 വരയായിരുന്നുവെങ്കിൽ അത് 200 മീറ്റർ അപ്പുറം എന്നാണ് അതിൻ്റെ അർത്ഥം. 200 മീറ്റർ അപ്പുറം. അപ്പോൾ ക്ലിയർ ആണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. വിഭാഗം N മോട്ടോർ വാഹനത്തിൻ്റെ അർത്ഥം എന്താണ്? നമുക്കറിയാം കാറ്റഗറി M ഉണ്ട്, N ഉണ്ട്, T ഉണ്ട്. T ട്രെയിലർ വാഹനം, N ചരക്ക് വാഹനം, M യാത്രക്കാരെ കൊണ്ടുപോകാൻ വാഹനം. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. M-ൽ M1, M2, M3 ഉണ്ട്. M2Gയും M3Gയും ഒക്കെ ഉണ്ട്. അതുപോലെ N-ന് N1, N2, N3 ഒക്കെ ഉണ്ട്. അതുപോലെ Tക്കാണെങ്കിൽ T1, T2, T3, T4 ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് N എന്ന് പറയുന്നത് എന്താണ് അർത്ഥമാക്കുന്നത്. N എന്ന് അർത്ഥമാക്കുന്നത് യാത്രക്കാരെ കൊണ്ടുപോകുന്നതിന് കുറഞ്ഞത് 4 ചക്രമുള്ള വാഹനമാണോ, ചരക്കുകൾ കൊണ്ടുപോകുന്നതിന് കുറഞ്ഞത് 4 ചക്രമുള്ള മോട്ടോർ വാഹനങ്ങളാണോ, യാത്രക്കാരെ കൊണ്ടുപോകുന്നതിന് കുറഞ്ഞത് 3 ചക്രമുള്ള വാഹനങ്ങളാണോ, ചരക്കുകൾ കൊണ്ടുപോകുന്നതിന് കുറഞ്ഞത് 3 ചക്രമുള്ള വാഹനമാണോ? അപ്പോൾ നമുക്കിവിടെ കറക്റ്റ് ആൻസർ ചരക്കുകൾ കൊണ്ടുപോകുന്നതിന് കുറഞ്ഞത് 4 ചക്രമുള്ള മോട്ടോർ വാഹനങ്ങൾ. ചരക്കുകൾ കൊണ്ടുപോകുന്നതിന് കുറഞ്ഞത് 4 ചക്രമുള്ള മോട്ടോർ വാഹനങ്ങൾ എന്ന് ഓർമ്മിക്കുക. ഇതാണ് N വിഭാഗം വാഹനങ്ങൾ. അടുത്തതിലേക്ക് പോകാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് സ്പീഡ് ഗവർണർ ആവശ്യമാണ്. സ്പീഡ് ഗവർണർ ആവശ്യമുള്ള വാഹനങ്ങൾ ഏതൊക്കെയാണ്? സ്പീഡ് ഗവർണർ ആവശ്യമുള്ള വാഹനങ്ങൾ. ഓപ്ഷൻ, ഇരുചക്ര വാഹനങ്ങൾ. നമുക്ക് ആവശ്യമുണ്ടോ ഇരുചക്ര വാഹനം? നമുക്കറിയാം സ്പീഡ് ഗവർണറിൻ്റെ ഉദ്ദേശം എന്താണ്? അമിതമായ ഒരു ലിമിറ്റിനപ്പുറം സ്പീഡ് ഉണ്ടാവില്ല. അപ്പോൾ ഇരുചക്ര വാഹനങ്ങളിൽ ഒരിക്കലും പാടില്ലാത്തതാണ്. അതുപോലെ തന്നെ പോലീസ് വാഹനങ്ങളിലൊന്നും സ്പീഡ് ഗവർണർ ആവശ്യമില്ല. കാരണം പോലീസ് വാഹനങ്ങളൊക്കെ എമർജൻസി ആയിട്ട് പോകേണ്ടതില്ലേ. അതുപോലെ ആംബുലൻസിലൊന്നും വേണ്ട. അപ്പോൾ സ്റ്റേജ് വാഹനങ്ങളിലാണ് ഇത് ആവശ്യമുള്ളത്. നമുക്ക് എമർജൻസി വാഹനങ്ങളിലൊന്നും സ്പീഡ് ഗവർണറിൻ്റെ അല്ല, ഇവിടെ സ്റ്റേജ് വാഹനങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഡാഷ് സ്പീഡ് ഗവർണർ ആവശ്യമാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സ്റ്റേജ് വാഹനങ്ങളിൽ സ്പീഡ് ഗവർണർ ആവശ്യമാണ്. അടുത്തത് 1988 മോട്ടോർ വാഹന നിയമപ്രകാരം ഏത് വകുപ്പിലാണ് വേഗതാ പരിധിയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്? 1988 മോട്ടോർ വാഹന നിയമപ്രകാരം ഏത് വകുപ്പിലാണ് വേഗതാ പരിധിയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്? വേഗതാ പരിധിയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് 112 ആണ്. നമുക്ക് ഈ 112-നകത്ത് തന്നെ ഓരോ ബോക്സായിട്ട് 4 വരി പാത, 6 വരി പാത, സാധാരണ റോഡ്, ഇവിടേക്ക് എത്രയായിരിക്കുമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ 1988 മോട്ടോർ വാഹന നിയമപ്രകാരം ഏത് വകുപ്പിലാണ് വേഗതാ പരിധിയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ വകുപ്പ് 112 എന്നറിയാം. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മോട്ടോർ വാഹന നിയമത്തിലെ ഏത് വകുപ്പാണ് അമിത വേഗത്തിന് കുറ്റക്കാരെന്ന് കണ്ടെത്തുന്ന കുറ്റവാളികൾക്കുള്ള ശിക്ഷയും പിഴയും സൂചിപ്പിക്കുന്നത്? മോട്ടോർ വാഹന നിയമത്തിലെ ഏത് വകുപ്പാണ് അമിത വേഗത്തിന് കുറ്റക്കാരെന്ന് കണ്ടെത്തുന്ന കുറ്റവാളികൾക്കുള്ള ശിക്ഷയും? അപ്പോൾ ഓവർ സ്പീഡിനെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് വകുപ്പ് 183. വകുപ്പ് 183 ഓവർ സ്പീഡിനെ പറ്റി പ്രതിപാദിക്കുന്നു. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് 185. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ഒരു വാണിജ്യ വാഹന ഡ്രൈവിംഗ് ലൈസൻസ് അപേക്ഷകന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? അപ്പോൾ അവിടെ 17 നോക്കാം.
18 20 21 വാണിജ്യം നമുക്കറിയാം ഹെവി വെഹിക്കിൾ. ഒരു ഹെവി വെഹിക്കിൾ ഓടിക്കാനായിട്ട് വേണ്ട പ്രായം എന്ന് പറഞ്ഞാൽ 20 വയസ്സോ അതിൽ കൂടുതലോ ഉള്ളവരും നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളിൽ 1 വർഷത്തെ ഡ്രൈവിംഗ് പരിചയമുള്ളവരുമാണ്. 20 വയസ്സോ അതിൽ കൂടുതലോ ഉള്ളവരും നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളിൽ 1 വർഷത്തെ ഡ്രൈവിംഗ് പരിചയവുമുള്ളവർക്കാണ് അതിന് ആൻസർ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ എന്നറിയുക. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ലേണേഴ്സ് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ വാലിഡിറ്റി സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് ശരി? അപ്പോൾ ലേണേഴ്സ് ലൈസൻസിൻ്റെ വാലിഡിറ്റി താഴെ പറയുന്നതിൽ ഏതാണ് ശരിയെന്ന് ചോദിച്ചാൽ 30 ദിവസത്തേക്കാണോ, 6 മാസത്തേക്കാണോ, ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നത് വരെയാണോ, ഡ്രൈവിംഗ് ടെസ്റ്റിൽ പരാജയപ്പെടുമ്പോഴാണ് കാലഹരണപ്പെടുന്നു? അവിടെ ആൻസർ 6 മാസത്തേക്ക് വാലിഡാണ്. ലേണേഴ്സ് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ വാലിഡിറ്റി 6 മാസത്തേക്ക് വാലിഡാണെന്ന് അറിയുക. 6 മാസത്തേക്ക് വാലിഡാണ്. വാഹനത്തിൻ്റെ മൊത്ത ഭാരത്തിന് മുകളിൽ വാഹനം ഓടിക്കുന്നതിൻ്റെ കുറ്റം സൂചിപ്പിക്കുന്ന വകുപ്പ് ഏത്? വാഹനത്തിൻ്റെ മൊത്ത ഭാരം. ഈ മൊത്ത ഭാരത്തിന് മുകളിൽ വാഹനം ഓടിച്ചാൽ 194 വകുപ്പ് പ്രകാരം ശിക്ഷാർഹമാണ്. 194. ഈ മൊത്ത ഭാരത്തിനേക്കാളും കൂടുതൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ശിക്ഷ എന്ന് പറഞ്ഞാൽ 20,000 രൂപയും പിന്നെ ഓരോ ടണ്ണിനും 2,000 രൂപ വരെ അധികവും പിന്നെ ഇറക്ക് കൂലിയും കൊടുക്കേണ്ടി വരും. ഇതാണ് വാഹനത്തിൻ്റെ മൊത്ത ഭാരത്തിന് മുകളിൽ വാഹനം ഓടിക്കുന്നതിൻ്റെ കുറ്റം. ഓവർ വെയ്റ്റ്, ഓവർലോഡ് ഒക്കെയാണ്. അതുപോലെ തന്നെ ഈ തള്ളി നിന്ന് കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്കാണെങ്കിലും 20,000 രൂപയും ഇറക്കുകൂലി. ഇനി ഉദ്യോഗസ്ഥന് കൈകാണിച്ച് നിർത്താതെ പോവുകയാണെങ്കിൽ 40,000 രൂപ പരിശോധിക്കാൻ അനുവദിക്കാതെ. ഇതൊക്കെ ഓർത്ത് വെച്ചേക്കാം. 194. എമർജൻസി ഡ്യൂട്ടി സമയത്ത് താഴെ പറയുന്നവയിൽ ഏത് വാഹനത്തിനാണ് റോഡിൽ ആദ്യ മുൻഗണന നൽകുന്നത്? അത് ഫയർ സർവീസ് വാഹനമാണോ, ആംബുലൻസ് ആണോ, പോലീസ് സർവീസ് വാഹനമാണോ, VIP വാഹനമാണോ? അപ്പോൾ എമർജൻസി ഡ്യൂട്ടി സമയത്ത് ഏറ്റവും ആദ്യം പോകാനുള്ള വാഹനം ഏത് തന്നെയാണ്? ഫയർ സർവീസ് വാഹനത്തിന് തന്നെയാണ് പ്രാധാന്യം കൂടുതൽ. ഏതാണ്? ഫയർ സർവീസ് വാഹനം. അപ്പോൾ എമർജൻസി ആയിട്ട് സമയത്ത് ഫയർ സർവീസ് വാഹനത്തിനാണ് ഏറ്റവും ആദ്യം പോകാനുള്ള മുൻഗണനയുള്ളത്. നിങ്ങൾ ഇൻഷുറൻസ് പുതുക്കുന്നതിന് മുൻപ് അത് കാലഹരണപ്പെട്ടാൽ നിങ്ങൾക്ക് നിയമപരമായ ഒരു വാഹനം എത്ര ദിവസം വരെ ഓടിക്കാം? അപ്പോൾ ഇൻഷുറൻസ് പുതുക്കുന്നതിന് മുമ്പ് കാലഹരണപ്പെട്ടാൽ അത് എത്ര ദിവസം വരെ ഓടിക്കാം? 14 ആണോ, 0 ആണോ, 30 ആണോ, 3 ആണോ? ആൻസർ 1 ദിവസം പോലും ഓടിക്കാൻ പറ്റില്ല. 0. കാരണം എന്തുകൊണ്ടാണ്? ഇൻഷുറൻസ് ഇല്ലാതെ നമുക്കൊരു വാഹനവും നിരത്തിലിറക്കി ഓടിക്കാൻ പാടില്ല. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണെന്ന് അറിയുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, മോട്ടോർ വാഹന നിയമത്തിലെ ഏത് വകുപ്പാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വാഹനം തടഞ്ഞു വെക്കാൻ അനുവദിക്കുന്നത്? അപ്പോൾ നമുക്കിതിനകത്ത് 205, 206, 207, 208 ഉണ്ടെങ്കിലും വാഹനം തടഞ്ഞു വയ്ക്കാൻ അധികാരം നൽകുന്നത് 207ഉം രേഖകൾ പിടിച്ചെടുക്കാൻ പറ്റുന്നത് 206ഉമാണ്. വാഹനം 207, രേഖകൾ 206. ഓർമ്മിച്ച് വയ്ക്കുക. ഫോം 22 എന്തിനെ സൂചിപ്പിക്കുന്നു നോക്കുക. ഫോം 22 നമുക്കറിയാം കുറേ ഫോംസ് ഉണ്ട്. ഏകദേശം 59ഓളം ഫോംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ ഫോംസും പഠിക്കണമെന്ന് വെച്ചാൽ എല്ലാം പഠിക്കണം അല്ലേ? ഫോം നമുക്ക് റെഗുലേഷനകത്ത് പറയുന്നൊരു കാര്യമാണ് ഫോംസ്. അപ്പോൾ അതിനകത്ത് വിൽപ്പന സർട്ടിഫിക്കറ്റ് ആണോ, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണോ, ഇൻഷുറൻസ് ആണോ, റോഡ് യോഗ്യതാ സർട്ടിഫിക്കറ്റ് ആണോ? അപ്പോൾ ഫോം 22 സൂചിപ്പിക്കുന്നത് റോഡ് യോഗ്യതാ സർട്ടിഫിക്കറ്റാണ് ഫോം 22. ഒരു മോട്ടോർ വാഹനത്തിന് രജിസ്ട്രേഷനായി ഒരു അപേക്ഷ ഡാഷിൽ ഏത് ഫോമിൽ നൽകണമെന്നാണ്? ഏത് ഫോമിൽ? അപ്പോൾ അവിടെ നോക്കേണ്ട അപേക്ഷ. അപ്പോൾ മോട്ടോർ വാഹനത്തിന് രജിസ്ട്രേഷനായുള്ള അപേക്ഷ ഏത് ഫോമിൽ എന്ന് ചോദിച്ചാൽ ഫോം 20. ഒരു മോട്ടോർ വാഹനത്തിൻ്റെ രജിസ്ട്രേഷനായി നൽകേണ്ട അപേക്ഷ ഫോം 20 എന്നറിയുക. മനസ്സിലാക്കണം, ഞാൻ ഈ തന്ന ഫോമെങ്കിലും പഠിക്കണം. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ്. ഫോം 20 എന്നറിയുക. ഫോം 20. ഗതാഗത വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ അടയാളം വാഹനത്തിൻ്റെ ഏത് വശത്ത് പ്രദർശിപ്പിക്കണം?
ഏത് വശത്തെ പ്രദർശിപ്പിക്കണം? ഗതാഗത വാഹനങ്ങളുടെ എല്ലാം മുന്നിൽ വേണം, പിന്നിൽ വേണം, ഇടത്ത് വേണം, വലത്ത് വേണം. ഇത് എല്ലാ വാഹനങ്ങളെല്ലാം ഗതാഗത വാഹനങ്ങളെന്നേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലായിടത്തും വേണം. ഓരോ വാഹനങ്ങൾക്കനുസരിച്ചിരിക്കും എന്ന് പറഞ്ഞു. റൂൾ 104 അനുസരിച്ച് വാഹനത്തിൻ്റെ മുൻവശത്തെ റിഫ്ലക്ടറുകളുടെയും റിട്രോ റിഫ്ലക്റ്റീവ് ടേപ്പുകളുടെയും നിറം ഡാഷ് ആയിരിക്കണം. അപ്പോൾ റൂൾ 104 അനുസരിച്ച് കുറേ റൂൾസൊക്കെ ഉണ്ട്. റൂൾ 104 അനുസരിച്ച് വാഹനത്തിൻ്റെ മുൻവശത്തെ റിഫ്ലക്ടറുകളുടെയും റിട്രോ റിഫ്ലക്റ്റർ ടേപ്പുകളുടെയും നിറം എന്തായിരിക്കണം? അത് വെള്ള നിറമായിരിക്കണം. ഇതാണ് വെള്ള നിറം. പ്രധാനമന്ത്രിയുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റ് ഏത് നിറമാണ്? അത് വെള്ള നിറം തന്നെയാണ്. പ്രധാനമന്ത്രിയുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റ് വെള്ള നിറമാണ്. ഏത് വാഹനത്തിന് താഴെ പറയുന്ന തരത്തിലുള്ള രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റ് നൽകിയിട്ടുണ്ട്? അതായത് 24 എന്നോ 25 എന്നോ TD എന്നൊക്കെ തന്നിട്ടുള്ളത് ഏത് വാഹനത്തിനാണ് താഴെ പറയുന്ന തരത്തിലുള്ള രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റ് നൽകിയിട്ടുള്ളത്? അത് വിദേശ നയതന്ത്ര ഉദ്യോഗസ്ഥൻ്റെ വാഹനമാണ് അങ്ങനെ കാണിച്ചിട്ടുള്ളത്. മോട്ടോർ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്ന ഫോം. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചത് മോട്ടോർ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ ആണ്. ഓർമ്മയുണ്ടോ? നേരത്തെ ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടോ? രജിസ്ട്രേഷൻ 20 അല്ലായിരുന്നോ? അപ്പോൾ ഇപ്പം നമ്മൾ പഠിക്കുന്നത് എന്താണ്? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അത് എത്രയാണ്? 23. ഫോം 23. മോട്ടോർ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഫോം 23. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഫോം 23. ഒരു മോട്ടോർ ക്യാബിൻ്റെ ടൂറിസ്റ്റ് പെർമിറ്റ് എത്ര വർഷം പൂർത്തിയാകുമ്പോൾ ഇത് ഇൻവാലിഡായി കണക്കാക്കും? അപ്പോൾ ഒരു മോട്ടോർ വാഹനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മോട്ടോർ ക്യാബിൻ്റെ ടൂറിസ്റ്റ് പെർമിറ്റ് എത്ര വർഷം പൂർത്തിയാകുമ്പോൾ ഇത് ഇൻവാലിഡായി കണക്കാക്കും? അത് 9 വർഷമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ അല്ലേ? ദേശീയ പെർമിറ്റ് ലഭിക്കുന്നതിന് മൾട്ടി ആക്സിൽ വാഹനങ്ങൾ ഒഴികെയുള്ള വാഹനത്തിൻ്റെ പരമാവധി പ്രായം എത്ര വർഷം കഴിയാൻ പാടില്ല? അത് 12 വർഷമാണ്. ദേശീയ പെർമിറ്റ് ലഭിക്കുന്നതിന് മൾട്ടി ആക്സിൽ വാഹനങ്ങൾ ഒഴികെയുള്ള വാഹനത്തിൻ്റെ പരമാവധി പ്രായം എത്ര വർഷം കഴിയാൻ പാടില്ല? 12 വർഷം. താഴെ പറയുന്ന OSHA കെമിക്കൽ ലേബൽ ഇതിന് അനുയോജ്യമാണ് അല്ലെ? ഏതിനാണ് അനുയോജ്യം? അതായത് ഏതിനനുയോജ്യം? ഈ ഒരു ചിത്രം എന്താണ് സൂചിപ്പിക്കുന്നത്? കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, എന്തോ പൊട്ടിത്തെറിക്കുന്ന പോലെയാണ്. അപ്പോൾ അവിടെ നാശകാരികളാണോ, വിഷവാതകങ്ങളാണോ, ഓക്സിഡൈസിങ് പദാർത്ഥങ്ങളാണോ, സ്ഫോടക വസ്തുക്കളാണോ? അപ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും എന്താണ് കൊണ്ടുപോകുന്ന വാഹനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഫോടക വസ്തുക്കൾ എന്ന് ക്ലിയറായിട്ട് പറയാൻ പറ്റും. സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകുന്നത്. അതുപോലെ 7.5 ടണ്ണിൽ കൂടാത്ത GVW ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് അല്ലെ? ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് GVW ഉള്ള 4 ചക്ര വാഹനങ്ങൾക്ക് ആവശ്യമായ റിട്രോ പ്രതിബിംബ ത്രികോണങ്ങളുടെ എണ്ണം എത്ര എന്നാണ്. നമുക്കറിയാം എന്താണ് ഇതിൻ്റെ അർത്ഥം. ഈ 7.5 ടണ്ണിൽ കൂടാത്ത GVW ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ്. ആൻസർ ഒരെണ്ണം അൺആൻസർ എന്നാണ്. ഒരെണ്ണം അൺആൻസർ. 1. അടുത്തത് സ്റ്റോപ്പും ഗീവ് വേ ഒഴികെയുള്ള നിർബന്ധിത ട്രാഫിക് ചിഹ്നത്തിൻ്റെ ആകൃതി എന്താണ്? സ്റ്റോപ്പിൻ്റെയും ഗീവ് വേ ഒഴികെയുള്ള നിർബന്ധിത ട്രാഫിക് ചിഹ്നത്തിൻ്റെ ആകൃതി എന്താണ്? അത് ദീർഘചതുരമാണോ, റെക്റ്റാങ്കിളൊക്കെ ആണോ, ത്രികോണമാണോ, വൃത്താകൃതിയാണോ, ചതുരമാണോ? അപ്പോൾ അവിടെ നോക്കാനുള്ളത് ആൻസർ വൃത്താകൃതി ആണ് ആൻസർ. ഇതാണ് വൃത്താകൃതി. ഓക്കെ അല്ലേ? അപ്പോൾ സ്റ്റോപ്പും ഗീവ് വേ ഒഴികെയുള്ള നിർബന്ധിത ട്രാഫിക് ചിഹ്നത്തിൻ്റെ ആകൃതി എന്താണ്? വൃത്താകൃതി. മനസ്സിലാക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സ്വകാര്യ വാഹനത്തിൻ്റെ രേഖകൾ എന്തൊക്കെയായിരിക്കും? അപ്പോൾ ഒരു പ്രൈവറ്റ് വെഹിക്കിളിൽ എന്തൊക്കെ രേഖകൾ ഉണ്ടായിരിക്കണം? അപ്പോൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, GCR ഇൻഷുറൻസ്, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്, ടാക്സ്, ഡ്രൈവിംഗ് ലൈസൻസ്, മലിനീകരണ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ നമുക്ക് ഏത് തോന്നും? ഓപ്ഷൻ സി നോക്കി. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പെർമിറ്റ്, ട്രിപ്പ് ഷീറ്റ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, മലിനീകരണ സർട്ടിഫിക്കറ്റ്. ഇത് ഏതാണ് ആവശ്യമെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഏതൊക്കെയാണ്? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്, ടാക്സ് ടോക്കൺ, ഡ്രൈവിംഗ് ലൈസൻസ്, മലിനീകരണ സർട്ടിഫിക്കറ്റ്. ഇത്രയുമാണ് ഒരു സ്വകാര്യ വാഹനത്തിൻ്റെ രേഖകളിൽ വേണ്ട സാധനങ്ങൾ.
പ്രധാനമായിട്ട് നമുക്കറിയാമല്ലോ, നമ്മൾ ഓടിക്കുന്ന സാധാരണ ഒരു ബൈക്ക് ആയാൽ പോലും ആവശ്യമുള്ള രേഖകളാണ് ഏതൊക്കെയാണ് ഇതാ കാണിച്ചിരിക്കുന്ന രേഖകൾ. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്. എല്ലാ ക്വസ്റ്റ്യനും പഠിച്ചാൽ വളരെ എളുപ്പമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിവൈഡിങ് മീഡിയനോട് കൂടിയ 6 വരി പാതയിൽ സാധാരണ ഡ്രൈവിങ്ങിന് ഏത് പാതയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? അപ്പോൾ 6 വരി പാത, ഡിവൈഡിങ് മീഡിയനോട് കൂടിയ 6 വരി പാതയിലാണെങ്കിൽ നമ്മൾ ഇടതുവശമാണോ, മധ്യമാണോ, സർവീസാണോ, വലതുവശമാണോ? സാധാരണ ഡ്രൈവിങ്ങിനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇടതുവശത്തെ പാത തന്നെ തിരഞ്ഞെടുക്കും. 6 വരിയായാലും 4 വരിയായാലും സാധാരണ ഡ്രൈവിംഗ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഇടതുവശത്തെ പാതയാണെന്നറിയുക. ഇടതുവശത്തെ പാത. മോട്ടോർ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഏത് ഫോമിലാണ്? മോട്ടോർ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഏത് ഫോം? 50 ആണോ, 51 ആണോ, 52, 51? വളരെ എളുപ്പമാണ്, 51 ആണ്. ഏതാണ്? ഫോം 51. അപ്പോൾ മോട്ടോർ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഏതാണ്? ഫോം 51. ഫോം 51, മറക്കല്ല, 51. 50 എന്ന് പറഞ്ഞാൽ ചരക്ക് കയറ്റലുമായി ബന്ധപ്പെട്ടതാണ് 50. 51 ഏതാ? ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യം 51, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാം കക്ഷി അപകട സാധ്യതയ്ക്കെതിരായ ഇൻഷുറൻസിൻ്റെ ആവശ്യകത 1958 മോട്ടോർ വെഹിക്കിൾ ആക്ടിൻ്റെ ഏതിൽ പറയുന്നു? അപ്പോൾ ഈ മൂന്നാം കക്ഷി തേർഡ് പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മൂന്നാം കക്ഷി അപകട സാധ്യതയ്ക്കെതിരായ ഇൻഷുറൻസിൻ്റെ ആവശ്യകത ഏതിൽ പറയുന്നു എന്ന് ചോദിച്ചാൽ സെക്ഷൻ ഏതാണ്? എ ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. വകുപ്പ് എ ഏതാണ്? 146. അപ്പം മൂന്നാം കക്ഷി അപകട സാധ്യതയുടേത് എ ആണെന്ന് ഓർമ്മിക്കുക. വകുപ്പ് 146. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. മൂന്നാം കക്ഷി അപകട സാധ്യതയ്ക്കെതിരായ ഇൻഷുറൻസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഏതെങ്കിലും അധികാരികളുടെ ഉടമസ്ഥതയിലുള്ള മോട്ടോർ വാഹനങ്ങൾക്ക് ഏത് സർട്ടിഫിക്കറ്റിലാണ്, ഏത് ഫോമിലാണ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക? അപ്പം മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട സെക്ഷൻ നമ്മൾ നേരത്തെ പഠിച്ചു, പക്ഷേ ഫോം കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട ഫോം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോം 53, തേർഡ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഫോം 53. ഓപ്ഷൻസ് ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി 53 ആൻസർ. മറക്കരുത്, 53 ആൻസർ എന്നറിയിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, എല്ലാ മോട്ടോർ വാഹനങ്ങളും കവർ ചെയ്യണം. എന്ത് കവർ ചെയ്യണം? എല്ലാ മോട്ടോർ വാഹനങ്ങളും കവർ ചെയ്യണമെന്ന് പറയുന്നു. എന്ത് കവർ ചെയ്യണം എന്നാണ് ചോദിച്ചത്. അപ്പോൾ എളുപ്പമാണ്. ഈ സമഗ്ര ഇൻഷുറൻസ്, സ്വയം നാശനഷ്ട ഇൻഷുറൻസ്, തേർഡ് പാർട്ടി ഇൻഷുറൻസ്, ഫയർ റിസ്ക്. അപ്പം ഏറ്റവും ബേസായിട്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടായിരിക്കണം, തേർഡ് പാർട്ടി ഇൻഷുറൻസ് എങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ എല്ലാ മോട്ടോർ വാഹനങ്ങളും എന്ത് കവർ ചെയ്യണം? തേർഡ് പാർട്ടി ഇൻഷുറൻസ് എങ്കിലും കവർ ചെയ്യണം. തേർഡ് പാർട്ടി ഇൻഷുറൻസ് എങ്കിലും കവർ ചെയ്യണം എന്നറിയുക. തേർഡ് പാർട്ടി. അടുത്തത്, അഷ്ടഭുജ ആകൃതിയിലുള്ള ഒരേ ഒരു റോഡ് അടയാളം സൂചിപ്പിക്കുന്നത് എന്താണ്? അഷ്ടഭുജം എന്ന് പറഞ്ഞാൽ ഒക്ടഗൺ അല്ലേ? അഷ്ടം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8. ഈ ആകൃതിയിലുണ്ടല്ലോ, ഇതിനെ സൂചിപ്പിക്കുന്നത് എന്താണ്? അത് വഴി നൽകുകയാണോ, നിർത്തുകയാണോ, പ്രവേശനമില്ലാണോ, സ്റ്റോപ്പില്ലാന്നോ? ആൻസർ നിർത്തുക എന്നാണ്. നിർത്തുക. അഷ്ടഭുജാകൃതിയിലുള്ള ഒരേ ഒരു റോഡ് അടയാളം നിർത്തുക എന്നാണ്. 1988 മോട്ടോർ വാഹന നിയമം സെക്ഷൻ 113 അനുസരിച്ച് ഡ്രൈവർ വാഹനം ഓടിക്കരുത് എന്ന് വ്യവസ്ഥ ചെയ്യുന്നത് എപ്പോഴാണ്? 113. അത് മദ്യം കഴിച്ചതിന് ശേഷം അല്ലെങ്കിൽ വേഗപരിധിയിൽ കവിഞ്ഞ് അല്ലെങ്കിൽ ചുമക്കാൻ അനുവദനീയമായ ഭാരത്തിൽ എന്നാണ് കേട്ടോ, ഒരു വഴിയിലൂടെ. ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. ചുമക്കാൻ ഓവർലോഡ്. ചുമക്കാൻ അനുവദനീയമായ ഭാരത്തിൽ കവിഞ്ഞ്. 1988 മോട്ടോർ 113 അനുസരിച്ച് വാഹനം ഓടിക്കരുതെന്ന് പറയുന്ന കാര്യം. വാഹനത്തിൻ്റെ പരമാവധി ഭാരപരിധിയെ സൂചിപ്പിക്കുന്ന റോഡ് അടയാളം ഏത്? ഭാരപരിധിയാണ്, വേഗപരിധിയൊന്നുമല്ല. ഭാരപരിധിയെ സൂചിപ്പിക്കുന്ന റോഡ് അടയാളം ഏതാണ്? അത് ഇതിൽ ഏതാണെന്ന് നോക്കി. ABCD ഏതാണ് ആൻസർ? ആൻസർ സി അല്ലേ? നമുക്ക് 5 ടൺ എന്ന് കൊടുത്തിട്ടില്ലേ? 5T അല്ലേ? അപ്പോൾ അതാണ് ആൻസർ. 5T ആണ്. ബാക്കിയൊക്കെ സ്പീഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഓർമ്മിക്കുക. 5T. ഓപ്ഷൻ സി ആണ് ആൻസർ. താഴെ പറയുന്ന റോഡ് സൂചിപ്പിക്കുന്നത് എന്താണ്? ഈ അടയാളം എന്ത് സൂചിപ്പിക്കുന്നു? അതായത് വലത്തോട്ട് തിരിയുന്നത് നിർദ്ദേശിച്ചിരിക്കുന്നു. വലത്തോട്ട് തിരിയാൻ അനുവാദമുണ്ട്. നിർബന്ധമായും മുന്നോട്ട് പോവുക അല്ലെങ്കിൽ വലത്തോട്ട് തിരിയുക. നിർബന്ധമായും വലത്തോട്ട് തിരിഞ്ഞ് മുന്നോട്ട് പോവുക. അപ്പോൾ നിർബന്ധമായും വലത്തോട്ട് തിരിഞ്ഞ് മുന്നോട്ട് പോവുക എന്നാണ് ഈ ഒരു സിഗ്നൽ സൂചിപ്പിക്കുന്നത്. ഈ ഒരു സിമ്പിൾ സൂചിപ്പിക്കുന്നത് നിർബന്ധമായും വലത്തോട്ട് തിരിഞ്ഞ് മുന്നോട്ട് പോവുക. ഒരു മോട്ടോർ വാഹനം അപകടത്തിൽപ്പെട്ടാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ട സമയം. അപ്പോൾ ഒരു മോട്ടോർ വാഹനം അപകടത്തിൽപ്പെട്ടാൽ വെച്ചുകൊണ്ടിരിക്കരുത്. എത്രയും വേഗം എന്ത് ചെയ്യണം? അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം.
ഒരു മോട്ടോർ വാഹനം അപകടത്തിൽപ്പെട്ടാൽ അത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ട സമയം എത്ര മണിക്കൂറാണ്? അത് 24 മണിക്കൂർ. 24 മണിക്കൂറിനുള്ളിൽ അറിയിക്കണം. 24 മണിക്കൂറിനുള്ളിൽ അറിയിക്കണം. അടുത്ത, ഒരു അപകടം മൂലം മൂന്നാം കക്ഷിയുടെ ഏതെങ്കിലും വസ്തുവകകൾക്ക് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ ഡ്രൈവർ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. എന്ത് ചെയ്യണം? ഒരു പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല. 24 മണിക്കൂറിനുള്ളിൽ ആർ ടിയിൽ റിപ്പോർട്ട് ചെയ്യണം. 24 മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം. 48 മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം. അവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. 24 മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം. 24 മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓർമ്മിക്കുക. വാഹനാപകടത്തിൽപ്പെട്ട ഒരാൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് മുമ്പ് ഫയൽ ചെയ്യേണ്ടത് ആരാണ്? എന്താണ് ഫയൽ ചെയ്യേണ്ടത്? അതായത് പോലീസാണോ, വാഹനത്തിൻ്റെ ഉടമയാണ് അപകടമുണ്ടാക്കിയത്, അല്ലെങ്കിൽ വാഹനത്തിൻ്റെ സ്ഥലത്തിനടുത്തുള്ള കോടതി, അല്ലെങ്കിൽ മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിം ട്രിബ്യൂണൽ. അപ്പോൾ അവിടെ ഓർമ്മിക്കേണ്ടത് ക്ലെയിംസ്. അപ്പോൾ മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിംസ് ട്രിബ്യൂണലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത്. മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിംസ് ട്രിബ്യൂണലാണ് വാഹന അപകടത്തിൽപ്പെട്ട ഒരാൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് മുമ്പ് ഫയൽ ചെയ്യേണ്ടത്. ഔപചാരിക നടപടികൾ പൂർത്തിയാക്കിയ ശേഷം സംസ്ഥാന സർക്കാർ അധികാരികൾ പരിശോധിക്കുന്നതിനായി എടുത്ത അപകടത്തിൽപ്പെട്ട വാഹനം എത്ര സമയത്തിനുള്ളിൽ തിരികെ നൽകും? അപ്പോൾ ഔപചാരിക നടപടികൾ പൂർത്തിയാക്കിയ ശേഷം സംസ്ഥാന സർക്കാർ അധികാരികൾ പരിശോധിക്കുന്നതിനായി എടുത്ത അപകടത്തിൽപ്പെട്ട വാഹനം 24 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യണം? തിരികെ നൽകണം. 24 മണിക്കൂറിനുള്ളിൽ തിരികെ നൽകും എന്നറിയുക. അടുത്തത്, കേരളത്തിൽ ഇരുചക്ര മോട്ടോർ വാഹനങ്ങളുടെ പരമാവധി വേഗപരിധി എത്ര എന്ന് ചോദിച്ചാൽ അത് 60 km/h ആണ്. 60 km/മണിക്കൂർ എന്നാണ്. അപ്പോൾ കേരളത്തിലെ ഇരുചക്ര മോട്ടോർ വാഹനങ്ങളുടെ പരമാവധി വേഗത 60 ആണെന്ന് അറിയുക. 60. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സ്വകാര്യ സർവീസ് വാഹനമാണ് ഏതാണ്? ട്രാൻസ്പോർട്ടാണോ, നോൺ ട്രാൻസ്പോർട്ടാണോ, ചരക്ക് വാഹനമാണോ, സ്റ്റേജ് കാരേജ് ആണ്? ഇതിൽ സിമ്പിളായിട്ട് അറിയാം. സ്വകാര്യ വാഹനം എന്ന് പറഞ്ഞാൽ നോൺ ട്രാൻസ്പോർട്ട് വാഹനമായിട്ടുള്ള എല്ലാ വാഹനങ്ങളും സ്വകാര്യ വാഹനമാണ്. നോൺ ട്രാൻസ്പോർട്ടായിട്ടുള്ള എല്ലാ വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളാണെന്നറിയുക. ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ മൊത്തത്തിലുള്ള ഉയരം ഡാഷ് കവിയാൻ പാടില്ല. ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ മൊത്തത്തിലുള്ള ഉയരം എത്ര മീറ്ററിൽ കവിയാൻ പാടില്ല എന്ന് ചോദിച്ചാൽ 4.75 മീറ്റർ. അപ്പോൾ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ മൊത്തത്തിലുള്ള ഉയരം 4.75 മീറ്ററിൽ കവിയുവാൻ പാടില്ല. അപ്പോൾ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഇന്ന് ഡ്രൈവറുമായി ബന്ധപ്പെട്ട് കുറേ ക്വസ്റ്റ്യൻസ് പഠിച്ചു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇത് മനസ്സിലായി, ഇത് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ അല്ലേ? താങ്ക് യു.